ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ആക്കേഷൻ ന്യൂ വ്ളോഗ്. നമുക്ക് ഇന്നൊരു സോയാ ചങ്ക്സ് ദം ബിരിയാണി എൻ്റെ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ സോയാ ചങ്ക്സ് ഒരു 20 മിനിറ്റ് ബോയിൽ ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കാം. ഇനി ബോയിലൊക്കെ ആയി വരുമ്പോൾ പച്ചവെള്ളത്തിൽ കഴുകി നല്ലോണം പിഴിഞ്ഞ്, വെള്ളം ഒന്നും ഉണ്ടാവാൻ പാടില്ല, നല്ലോണം പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അല്ലേ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഞാനിവിടെ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ തൈരും പിന്നെ നാരങ്ങ നീരും, ഉപ്പിടാൻ മറക്കല്ലേ. ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൈവച്ച് മാഗ്നേറ്റ് ഒക്കെ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് സവാളയൊക്കെ തിന്നായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ബ്രൗണിഷ് കളറാവുന്ന വരെ ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള അരി ഇടാം. പാത്രം വെക്കുക. പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം കൂടി ചേർക്കണേ. ഞാനിവിടെ ചേർത്തിട്ടില്ല, ഉണ്ടായിരുന്നില്ല. അതൊക്കെ ചേർത്ത് അരിയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വേവിക്കാൻ വെക്കുക. ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഇതിലോട്ടിട്ട് 2 പച്ചമുളകും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇതാണ് ബിരിയാണിയുടെ ഗ്രേവി. ഇനി നമുക്ക് ദമ്മിടാം അല്ലേ. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ ഈ ഗ്രേവി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ പൊക്കത്ത് ചോറും പിന്നെ അതിൻ്റെ പൊക്കത്ത് ഫ്രൈഡ് ഒണിയനും മല്ലിച്ചീരയും പിന്നെ ഞാൻ 2 തുള്ളി കളറും ഇട്ടിട്ടുണ്ട്. ഇത് സെയിം പ്രോസസ്സാണ് അടുത്ത ലെയറും. ഞാനിവിടെ 2 ലെയറേ ചെയ്തിട്ടുള്ളൂ. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ്. അതും കൂടിയിട്ട് ദമ്മിടാം. ദമ്മൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴില്ലേ, എൻ്റെ സാറേന്ന് പറയൂലേ, അങ്ങനെ തന്നെയായിരുന്നു. നല്ല സ്മെല്ലായിരുന്നു, കാണാനും അടിപൊളിയായിരുന്നു. ഇപ്പം തന്നെ ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദം ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന്. എല്ലാ ഞായറാഴ്ചയും ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു പാവമല്ലേ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പക്ഷേ എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ പാത്രത്തിലൊക്കെ ഹസ്ബൻഡിനൊക്കെ സെർവ് ചെയ്തൊക്കെ ചെയ്തു, അടിപൊളി എന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ വേറെ നിറയ്ക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബിരിയാണി എടുത്ത് സാലഡും എടുത്ത് പപ്പടവും എടുത്ത് സോയയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അത് കഴിക്കാനായിട്ട് ഉരുളൊക്കെ ആക്കി വായിലോട്ട് വെച്ചു. അടിപൊളി, സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, അടിപൊളിയായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒന്ന് നിങ്ങളും ട്രൈ ചെയ്യും.